കൊല്ലം ആര്യങ്കാവ് കോട്ടവാസലിന് സമീപം ട്രെയിൻ തട്ടി യുവാവിന്റെ കൈയേറ്റു. ട്രാക്കിന്റെ സൈഡിലൂടെ നടന്നു പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഹെഡ്ഫോൺ ഉപയോഗിച്ചിരുന്നതിനാൽ ട്രെയിൻ വരുന്നത് അറിഞ്ഞില്ലെന്നാണ് വിവരം. സൂര്യഗായത്രി കൊല്ലത്തുനിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സൂര്യ, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഈ രീതിയിൽ അശ്രദ്ധമായി ഈ ട്രാക്കിന് സമീപത്തോടുകൂടി പോകുന്നത് ആ സമയത്ത് ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, ഇയർഫോൺ ഉപയോഗിക്കുക, അതൊന്നും പാടില്ലാത്തതാണ്. അങ്ങനെ സംഭവിച്ചൊരു അപകടമാണ്. പക്ഷേ ഒരു കൈ നഷ്ടപ്പെടുന്ന ഒരു യുവാവിന് എന്നുള്ളതാണ് വിവരങ്ങൾ. പ്രജിന്റെ അശ്രദ്ധ തന്നെയാണ് അപകട കാരണം എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കൊല്ലം ആര്യങ്കാവ് കോട്ടവാസലിന് സമീപത്താണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. ജോൺ എന്ന യുവാവിനാണ് അപകടമുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. മധുരൈ ഗുരുവായൂർ ട്രെയിനാണ് തട്ടിയത്. ഹെഡ്ഫോൺ ഉപയോഗിച്ച് ഈ ട്രാക്കിന് സൈഡിലൂടെ നടന്നു പോയപ്പോഴാണ് അപകടം ഉണ്ടായത്. അപകടം ഉണ്ടായ സമയത്ത് തന്നെ ട്രെയിൻ അവിടെ നിർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാതയിലൂടെ ട്രെയിൻ സാവധാനം, അതായത് സാധാരണ പോകുന്നതിനേക്കാൾ സാവധാനത്തിലാണ്, വേഗത കുറച്ചാണ് പോകാറ്. അതുകൊണ്ട് തന്നെ അപകടം നടന്ന സമയത്ത് തന്നെ ട്രെയിൻ നിർത്തുകയും അധികൃതർ ഇറങ്ങി വന്ന ഈ യുവാവിനെ തൊട്ട് ആര്യങ്കാവ് സ്റ്റേഷനിൽ, റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് ആംബുലൻസിൽ എത്രയും വേഗം ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഒരു കൈ അറ്റുപോയി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ ട്രെയിൻ സാവധാനം വന്നതിനാൽ അതായത് ജീവൻ ഹാനി സംഭവിക്കുന്ന തരത്തിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും യുവാവിനെ പുനലൂർ ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ യുവാവിന് അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടായത്. യുവാവിനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, സൂര്യ ഗായത്രിയാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.